നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? ഒത്തിരി കേൾക്കാം. സന്തോഷം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു പനി പിടിച്ചു. അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റായിരുന്നു. നമുക്കറിയാം, എപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരാഴ്ച മിനിമം റെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റായിരുന്നു. തന്നെയുമല്ല, നമുക്ക് ഇഷ്ടംപോലെ ലീഡേഴ്സുണ്ട്. അപ്പോൾ എല്ലാവരും മാറി മാറി കയറട്ടെ എന്ന് കരുതി നമ്മൾ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, സാറിനെ കാണുന്നില്ല, അതുകൊണ്ട് വേറെ ഏതൊക്കെയോ കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് കേൾക്കുന്നു. ഇനി ചിലർ അതിലും കടന്ന് പറഞ്ഞു, സാർ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഒരു കമൻറ്റുകളൊക്കെ വന്നപ്പോൾ തീർച്ചയായും നിങ്ങളെ ഒന്ന് നേരിട്ട് ഹൈറിച്ചിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ കാണണം എന്നുള്ളത് ആവശ്യമായിരുന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒത്തിരി സന്തോഷം ഒരിക്കൽ കൂടി കണ്ടുമുട്ടുവാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നാണ്. ദൈവകൃപയാൽ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. വേറൊരു കമ്പനിയും നമ്മുടെ മനസ്സിലില്ല, അന്നുമില്ല, ഇന്നുമില്ല. ഹൈറിച്ചിലൂടെ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ശബരിമല പറഞ്ഞു. നമുക്ക് ഒത്തിരി അപ്ഡേറ്റ്സുകൾ നമുക്ക് തരാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സൂമിൽ വെക്കാറുന്നത്. കാരണം സൂമിൽ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടേ. 1000 പേര് നമ്മുടെ സൂമിലും ഏകദേശം ഒരു 600-650 പേരോളം യൂട്യൂബിലും ഇരിക്കുന്നത് വെറുതെയല്ല. കാരണം നമ്മളൊരു സൂം വെക്കുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ പ്രതീക്ഷയോടെയാണ് അത് വെക്കുന്നത്. ഇപ്പോൾ 2-3 പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, അയ്യോ സൂമുള്ള കാര്യം അറിഞ്ഞില്ല, കാരണം നമ്മൾ താമസിച്ചാണ് അത് അനൗൺസ് ചെയ്തത്. കാരണം കുറച്ച് സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോകാനുണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്തതല്ല. അപ്പം ഇന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി നേരത്തെ പറയാതിരുന്നത്. ഇപ്പം ഇവിടെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയണം. 2 കാര്യങ്ങൾ നമ്മൾ പറയണം. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ, നമ്മളെ ഓടിച്ചിട്ട് നമ്മുടെ പുറകെ നടന്ന് നമ്മളെ അടിച്ചുകളും നമ്മൾ നിലത്ത് വേണ്ടി നമ്മളെ ചവിട്ടി കൂട്ടിയപ്പോഴും നമ്മൾ പതിയൊന്ന് പ്രതികരിച്ചു തുടങ്ങി. അതിൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായി ഇത് മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അഡ്മിനുള്ളിയാക്കി ചിലരൊക്കെ കടന്നു കളഞ്ഞു. ഹൈറിച്ചിൻ്റെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും അഡ്മിനുള്ളിയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഓടി നടന്ന ഒരു വലിയ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അദ്ദേഹം തന്നെ 2ാമത്തെ പ്രാവശ്യം അഡ്മിനുള്ളിയാക്കി അല്ലേ. ആദ്യത്തെ ദിവസം ഒരു യൂട്യൂബിൽ ഡാഷ് എന്നൊരു കമൻറ്റ് വന്നപ്പോൾ അദ്ദേഹം പേടിച്ചു. അയ്യോ ഭയങ്കര പ്രശ്നമായി. ഡാഷ് എന്നൊരു കമൻറ്റ്, നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം പേടിച്ചു. കൂടെയുള്ള വിശ്വസ്തരോട് പോലും ചോദിക്കാതെ, ഞാൻ വേറെ ആരോടും ചോദിക്കാണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ അഡ്മിനുള്ളിയാക്കിയാണെന്ന് പറഞ്ഞിട്ട് ഓടി മറിഞ്ഞ അദ്ദേഹം എൻ്റെ നാട് എൻ്റെ പ്രധാനമന്ത്രി എന്ന് പെട്ടെന്നൊരു ദിവസം രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ട് തിരിച്ചു വന്നു. ഒരാൾ, ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ്, അതിവിനയം കാണിക്കുന്നവരെ സൂക്ഷിക്കണം, അതുപോലെ അതിയായ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെയും നിങ്ങൾ സൂക്ഷിക്കണം. പെട്ടെന്നൊരു ദിവസം രാജ്യസ്നേഹം പ്രകടിപ്പിച്ച് വന്നപ്പോൾ അവർ ഒറ്റ പേരാണ് അദ്ദേഹത്തെ രാജ്യസ്നേഹം ഏറ്റുപറയാൻ പ്രേരിപ്പിച്ചതെന്ന് ചോറുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. അദ്ദേഹം പണ്ടൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ഉടൻ തന്നെ ഞാനൊരു സൂട്ട് കേസുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞൊരു ഡയലോഗ് കേട്ട് അദ്ദേഹം വന്നു. ഇപ്പോൾ ആ ഡയലോഗിന് ചെറിയൊരു വ്യത്യാസം വന്നു. എന്താണെന്നറിയോ? ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞങ്ങളിതാ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. എന്തിനാടോ ഇത്? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് സൂട്ട് കേസുമായിട്ട് പോയില്ലേ? അത് എടുത്താൽ പൊങ്ങുമല്ലായിരുന്നോ? ഇപ്പോൾ കയ്യിൽ കാശ് മുടക്കി ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയിലേക്ക് ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചോ? ദേ വന്ന് ഹൈക്കോടതിയിൽ വന്ന് പറഞ്ഞോളെ. ആർക്ക് വേണ്ടിയാ ഈ മുതലക്കണ്ണീരൊക്കെ ഒഴുക്കുന്നേ? ഇല്ലേ? ഗവൺമെൻറ് സർവീസിലിരുന്ന് മറ്റൊരുത്തൻ നാഴിക്ക് 40 വട്ടവും ഹൈറിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് സർവീസിലിരുന്ന് ജോലിയിലിരുന്ന് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടു. ജോലി സ്ഥലത്ത് നമ്മൾ പോയി, അവർ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത്, കൃത്യമായ ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു.
കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് നമ്മൾ ചെന്നു. ഇവരൊക്കെ പേടിക്കുമായിരുന്നു നമ്മളങ്ങ് ചെല്ലില്ലാന്ന്. കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് നമ്മൾ പോയി. നമ്മുടെ സഹോദരങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, നമ്മുടെ സഹോദരിമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പോയി അവരുടെ ഓഫീസിലേക്ക് നമ്മൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിലിരുന്ന് യൂട്യൂബിൽ വർക്കിംഗ് അവേഴ്സിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഇദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് കൃത്യമായ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഇല്ലേ? അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ അത് ചെയ്താൽ പോരെ? ഇനി ഒരു കാര്യം കൂടെ പേരെടുത്ത് ഞാൻ പറയാം. നിങ്ങളുടെ പങ്കാളിയായ ചെങ്കിസ് ഖാൻ എന്നൊരാൾ, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പങ്കാളിയായ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? അതിൻ്റെ പേരാണ് ക്രിപ്റ്റോ കറൻസി. അതിന് ലൈസൻസ് ഉള്ളതാണോ? നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇല്ലേ? അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ കിടപ്പുണ്ട്, ചെക്ക് ചെയ്യുക. അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ എടുത്തിട്ടാണോ അത് ചെയ്യുന്നത്? ഈ നാടിൻ്റെ നിയമവ്യവസ്ഥയുടെ പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളുടെ കൂടെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ടായിട്ട് എന്തേ നിങ്ങൾ അത് ചെയ്യാതെ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ എന്തുമാത്രം കമ്പനികൾ വേറെയുണ്ട്. അദ്ദേഹം ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു മാന്യ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം 15ഓളം കമ്പനികൾ വരുന്നുണ്ട്, എന്തേ നിങ്ങൾ അതിൻ്റെ പുറകെ പോകാതെ? എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം എത്ര കമ്പനികളോടെ ഉണ്ടെന്ന്. എന്തേ നിങ്ങൾ അതിൻ്റെ ഇന്ന് പുറകെ പോകാതെ? കാലിൻ്റെ മുട്ടുകാലം അവർ തല്ലി ഒട്ടിക്കും. ഇവിടെ നിങ്ങൾക്ക് ആർക്കും കൊട്ടാന്ന് ചെണ്ടയായി ഇവിടെ മാറിയല്ലേ അയച്ച് നടക്കൂല. ഇനി അത് നടക്കൂല. എപ്പോഴും നമ്മളെങ്ങനെ തളർത്തിരാൻ നിങ്ങൾക്ക് പറ്റൂല, അല്ലേ? എന്തുമാത്രം ക്രിപ്റ്റോ കമ്പനികളോടെ ഉണ്ട്, എന്തേ നിങ്ങൾ അതിൻ്റെ ഇന്ന് പുറകെ പോകാതെ? കാരണം അതിൽ നിന്ന് പുറകെ പോയാൽ നിങ്ങളുടെ പുറകിൽ ഫണ്ട് തരാൻ നിങ്ങൾക്ക് ആളുണ്ടാവില്ല. ഹൈറിച്ച് കമ്പനിയെ പൂട്ടിക്കെട്ടുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പലരുമുള്ള നാടായത്. അപ്പോൾ അവിടെ നിങ്ങൾ അതിൻ്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് കാശ് കിട്ടൂല. ഹൈറിച്ചിൻ്റെ പുറകെ പോയാൽ മാത്രമേ. ഇതൊരാരോപണമാണ്, അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ. സാധാരണ 22 വർഷം പ്രവാസിയായിരുന്ന ഒരാളാണ് ഞാൻ. 22 വർഷം പ്രവാസിയായിരുന്ന ഒരാളാണ് ഞാൻ. ഓരോ പ്രവാസികൾക്കും അറിയാം, നാട്ടിൽ വരുമ്പോൾ എണ്ണിച്ചുട്ടപ്പം പോലെ 30 ദിവസം 35 ദിവസം ലീവിനാ വരുന്നേ. തീരുന്നില്ല നമുക്ക്. സമയം ദാന്ന് പറഞ്ഞ് പോവും, അല്ലേ? പെട്ടെന്ന് സമയം പോവും. പക്ഷെ ഇവിടെ ഒരുത്തൻ, ദുബായിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് അവന് ഹൈറിച്ചതിൻ്റെ വീഡിയോ ഇടാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. ഞാൻ ആലോചിച്ച് നോക്കുക. ഭാര്യയും മക്കൾ നാട്ടിലാണെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തുകൂടെ? അപ്പോൾ കാശ് കിട്ടൂലല്ലോ, അല്ലേ? അപ്പം ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വെല്ലുവിളികൾ പലരും നടത്തി. എൻ്റെ പിതൃത്വത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലാത്തതുകൊണ്ട് ആ വെല്ലുവിളി ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, മക്കളെ തൊട്ട് ആണയിടുന്നവരെ വിശ്വസിക്കരുത് എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അനാവശ്യമായി ആണയിടുന്നവരെ വിശ്വസിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു, വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു. അപ്പോൾ ആ വെല്ലുവിളി തൽക്കാലം എനിക്ക് ഏറ്റെടുക്കാൻ ഉദ്ദേശമില്ല. കാരണം എൻ്റെ പിതൃത്വത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലാന്നേ. എൻ്റെ പിതാവ് മരിച്ചുപോയതാണ്. അപ്പം എനിക്കതിലൊരു സംശയമില്ലാത്തതാണ്. സഹോദര, ഞാൻ നിങ്ങളുടെ വെല്ലുവിളി എടുക്കാനില്ല. കാരണം നിങ്ങളിങ്ങനെ മെഴുകുന്നതാണെന്ന് എനിക്കറിയാം. വേറെ പറയാനൊന്നുമില്ലല്ലോ, അല്ലേ? വേറെ പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പനി, ഹൈറിച്ചെന്നൊരു കമ്പനി ഇവിടെ ഉണ്ടായിരിക്കും. അതിന് സംശയമൊന്നുമില്ല. ഒത്തിരിയേറെ ആളുകൾ അതിനുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നടക്കൂല. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കമ്പനി തന്നെയാണ്. എന്നെയും നിങ്ങളെയും കള്ളപ്പണക്കാരെന്ന് ഇവർ വിളിച്ചപ്പോൾ നെഞ്ചു പൊട്ടിയ ഒത്തിരിയേറെ ആളുകളുണ്ട് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ. എനിക്ക് നിങ്ങളോടാണ് ഇനി പറയാനുള്ളത്. ഹൈറിച്ചെന്ന കമ്പനി നിയമപരമായി ഇവിടെ തിരിച്ചു വരും, യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലാണ്, ഇന്ത്യൻ കോടതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹൈക്കോടതിയിൽ നമ്മുടെ കേസുകൾ നടക്കുന്നു. ഷമീനോട് അതിനെപ്പറ്റി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സമയമെടുത്ത് തന്നെ മുന്നോട്ട് പോകുള്ളൂ. ശരിയാണ്, നമ്മുടെ കമ്പനിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ മറ്റു പലതിലേക്ക് നമ്മൾ
വഴിമാറ്റി ചെലവഴിച്ചിട്ടില്ല. 100 രൂപ വന്നപ്പോൾ അതിൽ 90 രൂപയും നമ്മൾക്ക് തരാനാണ് നമ്മുടെ MD ശ്രമിച്ചത്. അങ്ങനെ ഒത്തിരിയേറെ ആളുകളെ സാമ്പത്തിക സമത്വത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കോടീശ്വരന്മാരാക്കാനല്ല, മറിച്ച് സാമ്പത്തിക സമത്വത്തിലേക്കും സാമ്പത്തിൻ്റെ ആ ഫ്രീഡത്തിലേക്കും കൊണ്ടുവന്നപ്പോൾ ഒത്തിരിയേറെ ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഹൈറിച്ച്. അതുകൊണ്ടാണ് ഈ 8 മാസമായിട്ടും ഞാനും നിങ്ങളും ഇന്ന് ഹൈറിച്ചിനെ വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കുന്നത്. ശരിയാണ്, ചിലരൊക്കെ ഇവിടുന്ന് വഴിമാറി പോയിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ ഇന്നലെ വരെ കണ്ട ചില ലീഡേഴ്സ് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ ഭൂരിഭാഗം പേരും തിരിച്ചു വരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഉപജീവനം കഴിച്ചു വന്നിരുന്നവർ കമ്പനിയുടെ പേര് മാത്രം മാറ്റി പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. 5 വർഷം മുൻപ് എന്ത് ഡയലോഗ് പറഞ്ഞാണോ ഹൈറിച്ചിലേക്ക് അവർ വന്നത്, ആ സെയിം ഡയലോഗ് ഇന്ന് മറ്റൊരു കമ്പനിക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിശ്വസിക്കരുത്, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അത് മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഹൈറിച്ച് എന്നുള്ളൊരു വികാരമാണ്. ഞാൻ മോട്ടിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഡെയിലി സൂം മീറ്റിങ്ങിലേക്ക് നമ്മൾ പോകാത്തത്? കാരണം ഡെയിലി സൂം മീറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതൊരു അരോചകമായിട്ട് മാറും. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ ഡെയിലി പറയാനായിട്ടില്ല. അപ്ഡേഷനുകൾ നമ്മൾ കൃത്യമായ രീതിയിൽ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് കൃത്യമായ രീതിയിൽ പോകുന്നു. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ക്ഷമിനോട് പറഞ്ഞോന്ന് എനിക്കറിയില്ലെങ്കിൽ പറഞ്ഞൊരു കാര്യം വേണ്ടത്, തൃശ്ശൂരത്തെ കാര്യം. തൃശ്ശൂർ കോടതിയിൽ 1-ാം തീയതി പോസ്റ്റിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആ കാര്യങ്ങൾ നടക്കുന്നത് ഹൈക്കോടതിയിലെ കേസിനെ ആസ്പദമാക്കി മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയിൽ കേസ് പോയതുകൊണ്ട് അവിടുത്തെ തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കേസ് മാറ്റിവെച്ചു എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതിയിലെ തീരുമാനം എന്താണോ അതനുസരിച്ചായിരിക്കും ജില്ലാ കോടതിയിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കേസ് ഒരുപക്ഷെ അടുത്ത ദിവസം മാറ്റിവെക്കും. അത് വീണ്ടും അടുത്ത ആളുകൾ വരും, അയ്യോ അവരുടെ കേസ് വീണ്ടും മാറ്റിവെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമുക്കറിയാം വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിലും നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഹൈറിച്ച് എന്നൊരു കമ്പനി അതിൻ്റെ എല്ലാ കടമ്പകളും കടന്ന് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് ലീഡേഴ്സ്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ കുറച്ചുപേരെ മാത്രമേ നിങ്ങൾ ഇതിൻ്റെ മുൻപിലൂടെ കാണുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ കണ്ടു, മുംതാസ് മാഡത്തെ കണ്ടു, ജയകുമാർ സാറിനെ കണ്ടു. ഇനിയും നാളെയും മറ്റന്നാളല്ല, മീൻസ് അടുത്ത മീറ്റിങ്ങുകളിലെല്ലാം നിങ്ങൾ പുതിയ പുതിയ ആളുകളെ കാണും. ചില സമയക്കുറവ് ഉള്ളതുകൊണ്ടും അതുപോലെ മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബാക്കി ഒത്തിരിയേറെ ആളുകൾ നമ്മളിലേക്ക് വരാത്തത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ പറയുന്നുണ്ട്. ഈ ഒരാൾ പോലും നിങ്ങളോട് പറയില്ല നിങ്ങളുടെ പൈസ കിട്ടുമെന്ന്. 420 പറ്റിയൊക്കെ വിശദമായ രീതിയിൽ നമ്മുടെ തോമസ് സാറൊക്കെ എൻ്റെ കൃത്യമായ മെസ്സേജിലൊക്കെ ഇട്ടാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവരെപ്പോഴും പറയുന്നത് നിങ്ങൾ 420 ഇടണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേസ് കൊടുത്ത 2-3 പേര് ഇപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല. ഞാൻ പറഞ്ഞ് വിശ്വസിക്കേണ്ട ഏതെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും നല്ല വക്കീലിനോട് നിങ്ങൾ ചോദിക്കണം കേട്ടോ. 420 ഇട്ടാൽ എന്താണ് വിശ്വാസവഞ്ചന? കമ്പനി എവിടെയാണ് നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ പറയൂ, എവിടെയാണ് കമ്പനി നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളത്? കമ്പനി നിങ്ങളോട് പറഞ്ഞോ? ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന, നമുക്ക് ഏകദേശം 600 ഷോപ്പുകളുണ്ട്. 2000-ഓളം ഷോപ്പുകളുടെ എൻക്വയറി ഉണ്ട്. അത് നമുക്ക് ഡിസംബർ ജനുവരിക്ക് ആകുമ്പോഴത്തേനും ഏകദേശം 2500-ഓളം ഷോപ്പുകൾ നമുക്ക് വരേണ്ടതാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഒരു മുന്നേ അവർ അറിഞ്ഞതാണ്. നിങ്ങളോട് ആരോടെങ്കിലും കമ്പനി പറഞ്ഞിട്ടുണ്ടോ ഈ 670-ഓളം ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന്? ഏതെങ്കിലും കമ്പനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? കമ്പനിയുടെ പാലത്തെങ്കിലുണ്ടോ? ഇല്ലല്ലോ. കമ്പനി പറഞ്ഞത് കമ്പനിയുടെ ലാഭവിഹിതം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന, അതല്ലേ പറഞ്ഞേക്കുന്നത്. ഇനി ചില മഹത് വ്യക്തികൾ, ചില ലീഡർമാർ നിങ്ങളോടൊന്ന് വേറെ പ്ലാൻ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കമ്പനി ഉത്തരവാദിയല്ല. കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് തരാമെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. അത് കമ്പനി തരുന്നുണ്ട്, അത് കമ്പനി കൃത്യമായി തരുന്നുണ്ട്. അത് ഡിസംബർ 7 വരെ തന്നുകൊണ്ടിരുന്നു. പിന്നെ എവിടെയാണ് നിങ്ങൾ 420 ഇടുന്നത്? അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ,
420 ഇട്ടാലേ ഈ കേസ് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ തള്ളിപ്പോവും. അപ്പോൾ ലീഡേഴ്സിനെ ഒന്ന് പ്രഷറിലാക്കാം. ലീഡേഴ്സിനെ പ്രഷറിലാക്കി കഴിഞ്ഞാൽ, കുറേ ലീഡേഴ്സിനെ പ്രഷറിലാക്കി കഴിഞ്ഞാൽ അവരെല്ലാം കമ്പനിയുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകില്ല. ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു രഹസ്യ സംഭാഷണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടു. ഇവന്മാരെയും കൊണ്ട് ഒരു രക്ഷയില്ല, ഇത്രേ പണി നമ്മൾ കൊടുത്തിട്ടും ഇവരിപ്പോഴും പിടിച്ചു നിൽക്കുക, ഇതെന്ത് വർഗമാണെന്ന് അവർ ചോദിക്കുന്നത്. ഇവർക്കിതുവരെ മനസ്സിലാകാത്ത കാര്യമാണ്. കഴിഞ്ഞ 8 മാസമായി പൂട്ടിപ്പോയ ഒരു കമ്പനി തുറപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ലീഡേഴ്സ് മുന്നിൽ നിൽക്കുന്നു, കൂടെ അവരുടെ ടീമങ്ങളെല്ലാം കട്ടയ്ക്ക് ചേർത്ത് പിടിച്ച് നിൽക്കുന്നു. ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു 2 മാസം മാക്സിമം പ്രതീക്ഷിച്ചേ. ഇത് മുതൽ വേറെയാണ് അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ പറയും, ഇത് വേറെ മുതലാമാനെന്ന്. ഹൈറിച്ച് എന്നുള്ളത് ഇത് വേറെ മുതൽ തന്നെയാണ്. ഇത് ഇവിടെയായിരിക്കുന്നേ അല്ലേ? ഇവിടെ പച്ചിച്ചും മഞ്ഞിച്ചും ചെയ്യുന്നത് നിങ്ങളാണ്, ഹൈറിച്ച് എന്ന കമ്പനിയല്ല. ഈ പറഞ്ഞ ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇനി 420 ഇട്ടിട്ടില്ലെങ്കിൽ മറ്റൊരു വകുപ്പിലേക്ക് പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾ ഫീസ് കൊടുക്കണം. ഇത് ഇവർക്കും അറിയാം. അത് പാരയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇല്ല, നിങ്ങൾ ചോദിച്ചു നോക്ക്. ക്ഷമേനോട് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ ഒരു കേസുമായി മുന്നോട്ട് പോയാൽ, ബഡ്സിന്റെ കേസ് ഇത് ബഡ്സിലാണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയാൽ, നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് നാളെ ഇതിനകത്ത് പൈസ കിട്ടുമെന്ന്? മിനിമം 15 വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞേ. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളും കമ്പനിയും നോക്കുന്നത്. അവിടെയാണ് നമ്മുടെ കമ്പനി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഒന്നുകിൽ ഈ കമ്പനി തുറന്നു തരൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ പൈസ കോടതി ഇടപെട്ട് കൊടുക്കുമെന്ന് നമ്മുടെ വക്കീൽ കോടതിയിലാണ് പറഞ്ഞേ. അപ്പം മറ്റൊരു മഹാൻ വന്ന് ചോദിച്ചു, അതിന് ഞങ്ങൾക്ക് പ്രൂഫ് വേണം. എടോ, നീ ആരാ അതിന് നിനക്ക് പ്രൂഫ് തരാൻ? നിനക്ക് ഹൈറിച്ചിൽ ഐഡിയ ഉണ്ടോ പ്രൂഫ് തരാൻ? ഹൈറിച്ചിലുള്ളവർ വരട്ടെ, നമുക്ക് കൊടുക്കാം. കവലയിൽ ഇരുന്ന് ഓരോരുത്തർ പറയാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ. ഹൈറിച്ചിന്റെ സർട്ടിഫിക്കറ്റ് നിന്നെ കാണിക്കാൻ നീ ആരാണ്? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളോട് നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മൾ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും കൊണ്ട കാണിക്കാൻ താൻ ആരുവാവൂ എന്ന് ജഗതി കൊണ്ടൊരു പടത്തിൽ ചോദിച്ചിട്ടുണ്ടല്ലേ? എന്തിന്? ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഇത് ഞങ്ങളുടെ കമ്പനിയാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാണിക്കും. അത് വേണ്ടപ്പെട്ടവരെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ, അവിടെ കാണിച്ചാൽ മതി. വഴിയേ പോകുന്നുണ്ടെന്ന് ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഇവിടെ പറയാം. കഴിഞ്ഞ ദിവസം ഒരു മഹാനായ വ്യക്തി ചില കണക്കുകൾ അവതരിപ്പിച്ചു. ഒരു യൂട്യൂബർ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. 400, 4000, 40,000 എന്നൊക്കെ പറഞ്ഞ് പുള്ളി തട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇല്ലേ? എന്നിട്ട് പുള്ളി ഒരു വലിയ കണക്കോട് കൊടുത്തു. 12,000 പേരുടെ കാശ്, അല്ല 25,000 പേരുടെ കാശ് 12,000 പേര് എടുക്കുന്നു. അദ്ദേഹം ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാശങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ പ്രശ്നം തീർന്നില്ലേ? 10 ലക്ഷം വെച്ച് കൊടുത്താൽ പ്രശ്നം തീർന്നു. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കണക്കൊക്കെ ചൊല്ലിക്കേണ്ടി വരുന്നത്? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മാത്രം പോരാ, കണക്കൂടെ പഠിക്കണം. രാഷ്ട്രീയക്കാരെ പൊതുവേ നുണ പറയുന്നത്, ഡീസൻറ്റ് രാഷ്ട്രീയക്കാരെ എനിക്കറിയാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എല്ലാവരും നുണ പറയണ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടൊക്കെ വീട്ടിൽ കുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഇത് ഞങ്ങളുടെ കമ്പനിയാണ്, ഞങ്ങളുണ്ട് ഈ കമ്പനിയുടെ കൂടെ. ഏത് ലെവൽ വരെ നമ്മൾ പോകും നിയമാനുസൃതമായി. ആരും പേടിക്കണ്ട. കുറച്ച് പേര് അങ്ങോട്ടൊക്കെ പോകും. ചില കമ്പനിയുടെ പേര് പറഞ്ഞ് ചില ട്രെയിനിങ്ങിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കാണും, ചില വീഡിയോസൊക്കെ നിങ്ങൾ കാണും. പേടിക്കണ്ട. ചങ്കുറപ്പുള്ള ലീഡേഴ്സ് ഇവിടെയുണ്ട്. നമ്മൾ വർക്കിലാണ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് പോകുന്നത്. നമ്മളെ മുൻപിൽ നിന്ന് നയിക്കാൻ ഒരു ദിവസം പ്രധാന സാർ നമ്മുടെ കൂടെ കാണും. ഇതിൻ്റെ ഫോർമാലിറ്റികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ജാമ്യത്തിനുള്ള പേപ്പറുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എല്ലാം കൃത്യമായി ക്ലിയർ ആയിട്ട് വരും. ഇനി ഒരൊറ്റ കാര്യോട് പറയട്ടെ, 67 പേരുള്ള ഒരു സൂമിൽ ഇരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന പോലെയല്ല 1000 പേര് സൂമിലിരിക്കുന്നതും 500 പേര് യൂട്യൂബിൽ കയറിയിരിക്കുന്നതും. ഞങ്ങളുടെ സൂമിൻ്റെ കമൻറ്റ് എപ്പോൾ ഓണാക്കണമെന്ന് പുറത്തിരിക്കുന്ന ഒരുത്തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് അവിടെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ 67 പേരുടെ സൂമിലിരുന്ന ആളാകാൻ വന്നതാണ് അല്ലേ? നമ്മുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ലിങ്ക് കൊണ്ടിട്ടിട്ട് അവിടെ കയറുന്ന ആളാകാൻ വന്ന, പക്ഷേ വെറും 67 പേരെ കിട്ടിയുള്ളൂ. ഡെയിലി നമ്മൾ സൂം മീറ്റിംഗ് വെച്ചാലും നമ്മുടെ മീറ്റിങ്ങിൽ 1000 പേര് വരും. ഈ 1000 പേരുടെ മുമ്പിൽ സൂമിൻ്റെ ABCD അറിയാവുന്ന ആളാണെങ്കിൽ പറയും ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള അവസരം എങ്ങനെയാണെന്നുള്ളത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നമ്മൾ തീരുമാനിക്കും നമ്മുടെ സൂമുകളിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഓക്കെ,
ഇനി ഒരൊറ്റ കാര്യം ഇവിടെ, നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, അവർ മറ്റു ചില കമ്പനിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെയുള്ള നിങ്ങളുടെ ടീമിലെ മറ്റു ലീഡേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അവരോട് നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. കൃത്യമായ രീതിയിൽ വാട്സപ്പിലും അതുപോലെയുള്ള ഗ്രൂപ്പുകളിലെല്ലാം നിങ്ങൾക്ക് മറുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളെല്ലാം ഇവിടെയുണ്ട്, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഹൈറിച്ചെന്ന ഈ ഒരു മഹത്തായ വലിയൊരു ഒരു ഒരു എന്തു പറയുന്ന ഒരു വികാരത്തെ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമുക്ക് തിരിച്ചു നൽകും എന്ന ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു നല്ല ദിവസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.